தமிழ் தான் பார்த்தேன். நைஸ், நல்லா இருக்கு படம். கிளைமேக்ஸ் ஜெயிலர் கிளைமேக்ஸ் மாதிரி கொண்டு வந்துருக்காங்க. இட்ஸ் ஆசம். അടിപൊളി. കുഴപ്പമില്ല. ആ അത് ഫസ്റ്റ് ഒരു ലാസ്റ്റ് മുക്കാൽ വരെ ഭയങ്കര സ്ലോ പേസ് പോകും. ക്ലൈമാക്സ് ആണ് പടത്തിന് കുറച്ചിങ്ങനെ പൊക്കിയെടുത്തു. അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മേക്കിങ്ങും മ്യൂസിക്കും ആക്ടിങ്ങും ഓൾമോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഭയങ്കര അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ആ സ്ക്രീനിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ആ ഒരു എഫേർട്ടിൻ്റെ റിസൾട്ട് നന്നായിട്ട് കാണാൻ പറ്റും. ശരിക്കുള്ള ബോംബൊക്കെ വെച്ചിട്ട് പൊട്ടിച്ചാണോ എന്ന് പോലും നമുക്ക് ഡൗട്ട് അടിക്കാൻ തരത്തിലുള്ള വിഷ്വൽസ് അടിപൊളിയായിട്ടായിരുന്നു എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാം അടിപൊളി. ഏറ്റവും എടുത്തു പറയേണ്ടത് ജി വി പ്രകാശിൻ്റെ മ്യൂസിക് ആയിരുന്നു. വളരെ അടിപൊളിയായിരുന്നു. എന്താണ് അത് എനിക്ക് തോന്നുന്നു ജയിലറിനെക്കാട്ടിയും കൂടുതൽ ഗൂസ്ബംസ് കിട്ടാവുന്ന ഒരു സാധനം ഇതിൽ കിടക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് ഒന്നും പറയില്ല. സെക്കൻഡ് ഹാഫൊക്കെ ഭയങ്കര എൻഗേജിങ് ആയിട്ട് സീറ്റ് അടിച്ചിരുന്ന് വേണേൽ പറയാം. നല്ല ഹോളിവുഡ് സ്റ്റൈൽ മേക്കിങ്, നല്ല ശിവണ്ണയുടെ ക്ലൈമാക്സിലൊരു എൻട്രി ഒക്കെ ഉണ്ട്. സ്പോയിലറാണ് പറയുന്നത്. ഗംഭീര മൂവി, ഒന്നും പറയില്ല. സൂപ്പർ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളിവുഡ് ലെവൽ ഐറ്റമാണ്. നോ ഡൗട്ട് മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. ഇതിൻ്റെ മുകളിൽ വേറെ വേടില്ല. ധനുഷ്, ശിവരാജ് കുമാർ സ്ക്രീൻ പ്രസൻസ് എൻ്റെ പൊന്നെ എന്നതാ പറയുക, രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് കിടുക്കി. ചേട്ടൻ ഇപ്പോൾ രാവിലെ 6:45 ടിക്കറ്റ് എടുത്തതാണ്. അതെ, ചേട്ടനൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു എക്സ്പെക്ടേഷൻ ലെവലിൽ മീറ്റ് ചെയ്തു. ഒരു മിനിമം ഇത് അനൗൺസ് ചെയ്ത ടൈം തൊട്ട് വെയിറ്റിംഗ് ആണ്. ലാസ്റ്റ് 6 months ആയിട്ട് ഈ പടത്തിന് വേണ്ടിയുള്ള കട്ട വെയിറ്റിംഗ് ആണ്. പക്ഷേ എൻ്റെ എക്സ്പെക്ടേഷൻസ് 100% തിരിച്ച് തന്നിട്ടുണ്ട്. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ പറയാം. ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ എന്ന രീതിയിൽ വേണം കാണാൻ. ഇപ്പോൾ ധനുഷിൻ്റെ കൂടെ തന്നെ അതിഗംഭീരമായ പെർഫോമൻസ്. ഇപ്പോൾ ജയിലറിന് ശേഷം ശിവരാജ് കുമാറിൻ്റെ മറ്റൊരു വേഷപ്പകർച്ചയാണ് ഈ സിനിമയിൽ കാണാൻ പോകുന്നത്. പിന്നെ സിനിമയുടെ എടുത്തു പറയേണ്ട രീതി, ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി ആ കാലഘട്ടത്തെ അതുപോലെ തന്നെ ചിത്രീകരിക്കുന്നതിൽ വിജയിച്ചു. പിന്നെ ജി വി പ്രകാശിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില പ്രത്യേകതരം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളുണ്ട്. അപ്പോൾ ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന ധനുഷിൻ്റെ ആ ഗെറ്റപ്പിലുള്ള ഇംഗ്ലീഷ് ഡയലോഗ് പറയുന്ന വേർഷനാണെങ്കിലും ഒന്നിലധികം കാലഘട്ടത്തിലുള്ള ക്യാരക്ടറായിട്ടാണ് ധനുഷ് ഇതിനകത്ത് വന്നിരുന്നത്. കാണാനുണ്ട് പടം. എനിക്ക് മറ്റേ നമ്മുടെ ട്രെയിലറിൻ്റെ അത്രയും ഒരു ഹൈപ്പ് വന്നില്ലെന്നൊരു ചെറിയ തോന്നലുണ്ട്. ട്രെയിലർ അടിപൊളിയായിരുന്നു. പക്ഷേ ധനുഷിൻ്റെ പെർഫോമൻസ് ഉഗ്രൻ. ധനുഷ് തകർത്ത് വാരിയിട്ടുണ്ട്. പിന്നെ ആ ഓവർ BGM ഒക്കെ ഒത്തിരി ഓവറായെന്നൊരു തോന്നൽ. പടം ഒന്ന് കാണാം. ധനുഷിൻ്റെ പെർഫോമൻസ് വെച്ച് നന്നാലൊന്ന് കാണാം. ശിവരാജ് കുമാറിന് എനിക്ക് പറയാം. ശിവരാജ് കുമാറിൻ്റെയൊക്കെ നമ്മൾ ഭയങ്കര ഹൈപ്പിൽ കണ്ടിട്ടേ ഇതൊരു ഉപയോഗിച്ചില്ല എന്നൊരു ചെറിയൊരു തോന്നല, അത്ര ഒരു തോന്നലായി. പഴയ പടം കണ്ട് ശിവരാജ് കുമാറിൻ്റെ പടം കണ്ടിട്ടും വലിയ ഹൈപ്പിൽ വന്നിട്ട് ഇത് അവസാനം മാത്രം ഒരു ഉപയോഗിച്ചില്ല എന്നൊരു തോന്നൽ. കുഴപ്പമില്ല, എന്താണ് ധനുഷിൻ്റെ പെർഫോമൻസ് മാത്രം ഒന്ന് കാണാനുള്ള പടമുണ്ട്. ഓക്കെ.